Hey guys, ഞാൻ പ്രജിത് മോഹനൻ ഇസ്ബോർഡ് മലയാളത്തിലേക്ക് സ്വാഗതം. അസൂസ് ROG ഫോൺ 5s, ROG ഫോൺ 5s Pro എന്നീ സ്മാർട്ട് ഫോണുകൾ ഇന്ത്യയിൽ എത്തിയിരിക്കുകയാണ്. ഇതിൽ അസൂസ് ROG ഫോൺ 5sൻ്റെ അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, നമുക്കൊട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ അൺബോക്സിംഗിലേക്ക് കടക്കാം. അസൂസ് ROG ഫോൺ 5sൻ്റെ റീറ്റെയിൽ പാക്കേജ് ആണിത്. ബോക്സിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് കാണാം ഒരു റോക്ക് ഫോൺ ഡിസൈന്, ഇൻഫോഗ്രാഫിക്സ് എന്നിവയൊക്കെ കാണാം. അപ്പം ഒരു ചെറിയ കറുത്ത ബോക്സ് കൂടി നൽകിയിട്ടുണ്ട്. ഈ ചെറിയ ബോക്സിൽ ഒരു പ്ലാസ്റ്റിക് നേക്കഡ് ബോക്സ് കാണാം. അതായത് ഈ ഫോൺ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്ലാസ്റ്റിക് കേസാണിത്. സാധാരണ നമുക്ക് ഫോണുകളിലൊക്കെ കിട്ടുന്നത് ഒരു സിലിക്കോൺ കേസുകളാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറച്ചുകൂടി ഒരു പ്രീമിയം ലുക്കൊക്കെയുള്ള പ്ലാസ്റ്റിക് ബോക്സാണ് നൽകുന്നത്. ഒപ്പം തന്നെ വാറണ്ടി കാർഡ്, യൂസർ മാനുവൽ, ആർഒജ സ്റ്റിക്കേഴ്സ് എന്നിവയൊക്കെ ഈ ബോക്സിനകത്തുണ്ട്. അല്പം വ്യത്യസ്തമായ ഡിസൈനാണ് ഈ സിം ചെക്ടർ ടൂളിനൊപ്പം വരുന്നത്. ഒപ്പം ബ്രൈഡഡ് USB Type-C ചാർജിങ് കേബിൾ വരുന്നുണ്ട്. ഓക്കെ, ഒപ്പം 30 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ബ്രിക്ക്, അഡീഷണൽ റബ്ബർ ഗാസ്കറ്റ്, പോഗോ പിൻ കണക്ടർ എന്നിവയും ഈ കവറിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അസൂസ് ROG ഫോൺ 5s. അസൂസ് ROG ഫോൺ 5മായി വളരെ സാമ്യം തോന്നുന്നൊരു ഡിസൈനാണ് ഇതിന് പിൻവശത്ത് കൊടുത്തിരിക്കുന്നത്. ഫോണിൻ്റെ താഴെയായി USB Type-C പോർട്ട്, 3.5mm ഹെഡ്ഫോൺ ജാക്ക് എന്നിവ കാണാം. ഇപ്പോൾ സാധാരണ ഈ പ്രീമിയം ഫോണുകളൊന്നും ഈ 3.5mm ഹെഡ്ഫോൺ ജാക്ക് കാണാറില്ല. ഓക്കെ, ഡിവൈസിന് കുറച്ച് തിക്നെസ് കൂടുതലാണ്. കാരണം 6000 mAh വരുന്ന ബാറ്ററിയാണ് ഡിവൈസ് പാക്ക് ചെയ്യുന്നത്. ബാറ്ററി എന്ന് പറയുമ്പോൾ സ്പ്ലിറ്റ് ബാറ്ററി സെറ്റപ്പാണ് ഈ അസൂസിൻ്റെ ROG 5sൽ വരുന്നത്. സ്പ്ലിറ്റ് ബാറ്ററി സെറ്റപ്പ് എന്ന് പറയുമ്പോൾ അത് 2 ബാറ്ററികളാണ്. 3000 mAh വരുന്ന 2 ബാറ്ററികൾ ഇത് പാക്ക് ചെയ്യുന്നു. സ്പ്ലിറ്റ് ചാർജിങ് സാങ്കേതികവിദ്യയുടെ സഹായത്തോടെയാണ് ഇത് ചാർജ് ആവുന്നത്. ഫോൺ ഉപയോഗിക്കുമ്പോഴായാലും ചാർജിങ്ങിലായാലും വലുതായി ചൂടാകില്ല എന്നതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വരുന്നത്. ഓക്കെ, ഈ പിങ്ക് നിറത്തിൽ കാണുന്നതാണ് ഇതിലെ സിം കാർഡ് ട്രേ. 2 നാനോ സിം കാർഡുകൾ ഇടാം. മൈക്രോ SD കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടില്ല. മൈക്രോ SD കാർഡ് സ്ലോട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഡിവൈസിൽ വരുന്ന സ്റ്റോറേജ് അതുമാത്രമായിരിക്കും യൂസേഴ്സിന് ലഭിക്കുക. അപ്പോൾ ഇനി അസൂസ് ROG ഫോൺ 5sൻ്റെ ഡിസ്പ്ലേ അടക്കമുള്ള ഡീറ്റെയിൽസിലേക്ക് പോകാം. 144 Hz റിഫ്രഷ് റേറ്റുള്ള 6.78 ഇഞ്ച് ഫുൾ HD+ സാംസങ് AMOLED ഡിസ്പ്ലേ ആണ് അസൂസ് ROG ഫോൺ 5s ഫീച്ചർ ചെയ്യുന്നത്. ഈ ഫോണിൽ ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പ് ആണുള്ളത്. 64 MP പ്രൈമറി സെൻസറും 13 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 5 MP മാക്രോ സെൻസറുമാണ് ഈ പിൻ ക്യാമറ സെറ്റപ്പിൽ വരുന്നത്. സെൽഫി എടുക്കാൻ 24 MP വരുന്ന സെൻസർ നൽകിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഈ ഫോൺ ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ, അതുകൊണ്ട് തന്നെ ഈ ക്യാമറ ഡിപ്പാർട്ട്മെൻ്റ് ഒന്നും വലിയ പ്രസക്തിയില്ല. ക്വാൽകോം എലൈറ്റ് ഗെയിമിംഗ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ ഇതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ശക്തമായ ഗെയിമിംഗ് ഫീച്ചറുകൾ അത് ഉൾക്കൊള്ളുന്ന ഒരു പ്രീമിയം കാറ്റഗറി ഫോണാണിത്. ഈ എലൈറ്റ് ഗെയിമിംഗ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇത് ഗെയിമുകൾ ഡിവൈസിനെ ഒപ്റ്റിമൈസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ പുറത്തിറങ്ങുന്ന അധികം ആൻഡ്രോയിഡ് ഡിവൈസുകളൊന്നും അങ്ങനെ ഒരു സംവിധാനമില്ല. ഇന്ത്യയിൽ തന്നെ ഇതാദ്യമായിട്ടാണ് ഈ അസൂസിൻ്റെ ഈ ROG ഫോൺ 5sനൊപ്പം ഇത് വരുന്നത്. ശക്തമായ ഗെയിമിംഗ് ഫീച്ചറുകളാണ്. Wi-Fi 6E നെറ്റ്വർക്കിംഗ് കേപ്പബിലിറ്റിയുള്ള ആദ്യ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളിൽ ഒന്നുകൂടിയാണ് ഈ ROG ഫോൺ 5s എന്ന് പറയുന്നത്. ഈ സ്മാർട്ട് ഫോണിന് കരുത്ത് പകരുന്നത് കാൽകോം സ്നാപ്ഡ്രാഗൺ 88+ OSOC ആണ്. 12GB വരെയുള്ള റാമും 256GB വരെ സ്റ്റോറേജും ഡിവൈസിലുണ്ട്. ആൻഡ്രോയിഡ് 11 OSലാണ് ഡിവൈസ് പ്രവർത്തിക്കുന്നത്. 12 പിന്നീട് ആൻഡ്രോയിഡ് 13 വെർഷനിലേക്കും ഒക്കെ ഈ ഫോൺ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അസൂസ് ROG ഫോൺ 5sൻ്റെ ഒരു വിശദമായ റിവ്യൂ നമുക്ക് പിന്നീട് നോക്കാം. അസൂസിൻ്റെ ഈ ROG സീരീസ് എന്ന് പറഞ്ഞാൽ ഗെയിമിംഗ് സ്മാർട്ട് ഫോണുകളുടെ ഒരു എപ്പിറ്റോം എന്ന് തന്നെ പറയേണ്ടി വരും. അത്രയധികം ശക്തമായ ഗെയിമിംഗ് ഫീച്ചറുകൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഫസ്റ്റ് ആയിട്ടുള്ള ഗെയിമിംഗ് ഫീച്ചറുകളൊക്കെ ഈ അസൂസിൻ്റെ ROG പ്രീമിയം സ്മാർട്ട് ഫോണുകൾ പാക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ സ്മാർട്ട് ഫോണിൻ്റെ വിശദമായ റിവ്യൂ നമുക്ക് പിന്നീട് നോക്കാം. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്